CPM-ലും പോഷക സംഘടനകളിലും ചോദ്യം ചെയ്യപ്പെടാത്ത പിണറായിസം കൊടികുത്തി വാണിരുന്ന കാലത്തിന് തിരശ്ശീല വീഴുന്നുവോ? ഭരണത്തിന്റെ തണലിൽ ഉയർന്ന തലമുറ നിശബ്ദത പാലിച്ചിരുന്നിടത്ത് പാർട്ടിയിലും അനുബന്ധ സംഘടനകളിലും താഴെത്തട്ടിലെ സഖാക്കൾ മാതൃകാപരമായ അച്ചടക്കത്തിന്റെ വിലങ്ങുകൾ പൊട്ടിച്ചെറിയുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മുൻപൊക്കെ നേതൃത്വത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഭയന്നിരുന്നവർ ഇപ്പോൾ പരസ്യമായി വീഴ്ചകൾ തുറന്നടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ കോഴിക്കോടും ഡിവൈഎഫ്ഐ നിർവാഹക സമിതിയിലും ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അണികൾ അഴിച്ചുവിട്ടത്. വിപ്ലവ യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ തെരുവിൽ പോരാടേണ്ട സംഘടന കേവലം കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുവെന്ന കടുത്ത അമർഷമാണ് സമ്മേളന പ്രതിനിധികൾ പങ്കുവച്ചത്. ചോറിനൊപ്പം രക്തവും കൊടുക്കണം എന്ന വൈകാരികമായ പ്രതികരണത്തോടെയാണ് അണികൾ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്തത്. മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് നൽകുന്നത് മഹത്തായ കാര്യമാണെങ്കിലും നേതാക്കൾ അതിന്റെ മേന്മ പറഞ്ഞു നടക്കുകയല്ലാതെ വിപ്ലവകരമായ മറ്റു പോരാട്ടങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിൽ സജീവമായിരുന്ന കൂട്ടായ രക്തദാനവും തെരുവ് പ്രക്ഷോഭങ്ങളും ഇപ്പോൾ തീർത്തും ഇല്ലാതെയായി. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന ഇടത് ഭരണത്തിന്റെ തണലിൽ നിൽക്കുന്നത് ഡിവൈഎഫ്ഐയെ അടിമുടി നിർജീവമാക്കിയെന്നാണ് സമ്മേളനം വിലയിരുത്തുന്നത്. ഭരണത്തിന്റെ സുഖശീതളിമയിൽ സംഘടനാ സംവിധാനം തളരുകയും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സർവത്രയുണ്ടാവുകയും ചെയ്തു. പോരാട്ട വീര്യം നശിച്ച ഒരു സഹകരണ സംഘത്തിന്റെ തലത്തിലേക്ക് സംഘടനയെ എത്തിച്ചതിൽ അണികൾക്ക് കടുത്ത നിരാശയാണ് ഉള്ളത്. അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എംപിക്കെതിരെയും കോഴിക്കോട് സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. റഹീമിന്റെ പ്രവർത്തനങ്ങൾ വെറും മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് പ്രതിനിധികൾ ആഞ്ഞടിച്ചു. കേന്ദ്ര നേതൃത്വത്തിലിരുന്ന് യുവജനങ്ങളെ നയിക്കേണ്ടയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ റോൾ മാത്രമാണ് നിർവഹിക്കുന്നതെന്നും ആരോപണമുയർന്നു. നേരത്തെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലും സമാനമായ രീതിയിൽ റഹീമിനും സംസ്ഥാന നേതൃത്വത്തിനും എതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ തുടർച്ചയായി കോഴിക്കോട്ടും നേതാക്കൾക്ക് നേരെ വിമർശന ശരങ്ങൾ എത്തിയതോടെ പിണറായി വിജയന്റെ കർശന നിയന്ത്രണത്തിന് കീഴിൽ നിലനിന്നിരുന്ന സംഘടനയ്ക്കുള്ളിലെ നിശബ്ദത പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് പാർട്ടിയിലും പോഷക സംഘടനകളിലും ഔദ്യോഗിക വിഭാഗത്തിന്റെ വാക്കിനപ്പുറം മറ്റൊരു അഭിപ്രായം പറയുന്നത് അചിന്തനീയമായിരുന്നു. പിണറായിസം പിടിമുറുക്കിയതോടെ സഖാക്കൾ ഭയന്നുവിറച്ച് മിണ്ടാതിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ യോഗങ്ങളിൽ വിപ്ലവ വീര്യത്തോടെ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട യുവജന പ്രസ്ഥാനത്തെ നേതൃത്വം ബോധപൂർവം നിർജീവമാക്കുകയാണെന്ന കടുത്ത ആരോപണമാണ് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും ഉന്നയിച്ചത്. സംഘടനയുടെ ഈ അപജയത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും തെരുവിന്റെ രാഷ്ട്രീയത്തിലേക്ക് സംഘടന തിരിച്ചു വരണമെന്നും അവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു.